الحمد لله الواحد القهار الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني آدم خذوا زينتكم عند كل مسجد فكلوا واشربوا ولا تسرفوا إن الله لا يحب المسرفين. قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا ويوم القيامة خالصة لك إن الله عزيز حكيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. എത്രയും സ്നേഹ ആദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. സർവാധിനാഥനായ അല്ലാഹു നമ്മിൽ നിന്ന് ഈ നിമിഷം വരെ വന്നുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കും ബന്ധപ്പെട്ടവർക്കുമുള്ള മുഴുവൻ അസുഖങ്ങളും പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ച ചെയ്തു വന്നത് വിവാഹവും അനന്തര വിഷയങ്ങളുമാണ്. എന്താണ് വിവാഹമെന്നും ആ വിവാഹത്തിന് നാം പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്നും ആ വിവാഹത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വരനെ സംബന്ധിച്ച്, വധുവിനെ സംബന്ധിച്ച്, രക്ഷകർത്താവിനെ സംബന്ധിച്ച്, മഹറിനെ സംബന്ധിച്ചൊക്കെ നാം ചർച്ച ചെയ്തു പോയതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് നാം എല്ലാവരും വിവാഹ സൽക്കാരം നൽകാറുണ്ട്. വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് നാം ആശംസകൾ അർപ്പിക്കാറുണ്ട്. ഇന്ന് അത് സംബന്ധമായാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വലീമ, വിവാഹ സൽക്കാരം. പരിശുദ്ധമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലീമ നൽകിയതിനെ സംബന്ധിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലീമയിൽ പങ്കെടുത്തതിനെ സംബന്ധിച്ചുമൊക്കെ ധാരാളം നമുക്ക് വായിക്കാൻ സാധിക്കും. വലീമയിൽ എന്തൊക്കെയാണ് നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ളത് എന്ന് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, യാ ബനി ആദം, അല്ലയോ മനുഷ്യരെ, ആദം സന്തതികളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ നമസ്കാര വേളകളിലും എല്ലാ പള്ളികളിലും നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഉടയാടകൾ, അണിഞ്ഞൊരുക്കങ്ങൾ നിങ്ങൾ നടത്തണം. പരിശുദ്ധയായ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്
നമസ്കാര വേളകളിൽ ഏറ്റവും ചന്തമുള്ള മൊഞ്ചുള്ള വസ്ത്രങ്ങളാണ് അണിയേണ്ടത് എന്ന് പലപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല. പള്ളിയിൽ വരുമ്പോ വീട്ടിലെടുക്കുന്ന വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞാണ് വരാറുള്ളത്. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പള്ളിയിൽ വരുമ്പോൾ ഏറ്റവും നല്ല ഉടയാടകള്, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ്, അതുപോലെ പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചന്തമുള്ള നിലയിൽ വരണമെന്ന് അള്ളാഹു പറയാം. തുടർന്ന് അള്ളാഹു പറയുന്നത് കുലൂ വശ്റബൂ, നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യണം. വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതിൽ അമിതം കാണിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹു അമിതവയം നടത്തുന്ന ആളുകളെ ഇഷ്ടപ്പെടുകയില്ല. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി, അള്ളാഹു ഈ ലോകത്ത് അവന്റെ അടിമകൾക്ക് ആസ്വദിക്കാനായി നൽകിയിരിക്കുന്ന സൗരഭ്യമാർന്ന അഴകാർന്ന വസ്തുക്കളെയൊക്കെ നിഷിദ്ധമാക്കുന്നത് ആരാണ്? അപ്പോ നമ്മുടെ എല്ലാ വേളകളിലും നമുക്ക് സൗന്ദര്യം നൽകുന്ന, സൗരഭ്യം നൽകുന്ന ഒരുപാട് അലങ്കാര വസ്തുക്കളുണ്ട്. ആ അലങ്കാര വസ്തുക്കളൊന്നും ആരും ഹറാമാക്കേണ്ടതില്ല. അതൊക്കെ പരിധിക്കനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അള്ളാഹു അനുവാദം തന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ നാടുകളിലൊക്കെ തന്നെ വിവാഹ വേളകളിലെ ധാരാളം അലങ്കാരങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം, കല്യാണ മണ്ഡപങ്ങളിലെ വിവിധങ്ങളായ അലങ്കാരങ്ങളാണ് നടത്തുന്നത്. അവിടെ അള്ളാഹു അനുവദിച്ചിട്ടുള്ള അലങ്കാരങ്ങൾ നമുക്ക് ആവാമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷെ വലാ തുസ്രിഫു, അവിടെയെങ്ങും അമിതമാവരുത്. പരിശുദ്ധ ഖുർആൻ തുടർന്ന് ഇതിന്റെ വളരെ കൃത്യമായ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവേളകളിൽ നമുക്ക് അലങ്കാരം തരുന്ന വസ്തുക്കളെ ഉപയോഗിക്കുന്നത് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു തരികയാണ് ഓരോ ആയത്തുകളിലൂടെ, ഓരോ പദങ്ങളിലൂടെ. പക്ഷേ നമ്മുടെ മണ്ഡപങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ, കല്യാണത്തിന് വീടുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ അമിതമായിട്ടുള്ള അലങ്കാരം പാടില്ല. രണ്ടാമത്തത്, അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള അലങ്കാരങ്ങൾ പാടില്ല. ഈ ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട് അള്ളാഹുവിനെ പങ്കു ചേർക്കുന്ന കാര്യം. അപ്പൊ അലങ്കാരങ്ങളിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നത് എന്താണ് വരുന്നത്? ഇന്ന് ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ മണ്ഡപങ്ങളും നമ്മുടെ വീടുകളും ഒക്കെ അറേഞ്ച് ചെയ്യാൻ ഇവന്റ് മാനേജ്മെന്റിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അങ്ങനെയല്ല, നാം അത് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. എന്തൊക്കെ അലങ്കാരങ്ങളാണ് എൻ്റെ മകളുടെ, എൻ്റെ മകന്റെ കല്യാണത്തിന് മണ്ഡപത്തിനും വീട്ടിലും വേണ്ടത്. അവിടെ ശിർക്കിൻ്റെത് വരാൻ പാടില്ല. പലപ്പോഴും ഇവന്റ് മാനേജ്മെന്റുകൾ കൊണ്ടുവന്നിട്ട് നമ്മളുടെ മണ്ഡപങ്ങളിൽ സ്ഥാപിക്കുന്ന ലൈറ്റുകളിലെ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന മെഴുകുതിരിയും അവരുടെ ചില ദേവീ ദേവന്മാരുടെ ഛായാചിത്രങ്ങളുമൊക്കെ ആ ലൈറ്റിന്റെ അറേഞ്ച്മെന്റിൽ അവർ ചേർക്കാറുണ്ട്. അത് മുസ്ലിമീങ്ങളായ ദമ്പതികളുടെ അറേഞ്ച്മെന്റിൽ പാടില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ ചോദിച്ചത് അല്ലാഹു അലങ്കാരമായി നൽകിയതിനെ ഹറാമാക്കാനുണ്ട്, ഹറാമല്ല. പക്ഷെ അല്ലാഹു ഹറാമാക്കിയതിനെ നമ്മൾ ഒഴിച്ചു നിർത്തണം. വിശാലമാണ് ഈ ആയത്ത്. അലങ്കാരങ്ങൾ, ഉടയാടകളിലെ അലങ്കാരങ്ങൾ, അത് ആണിൻ്റെതായാലും പെണ്ണിൻ്റെതായാലും അള്ളാഹു അംഗീകരിക്കുകയാണ്. പക്ഷേ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വസ്ത്രം ധരിക്കുന്നതും പെണ്ണുങ്ങൾ ആണുങ്ങളെ വസ്ത്രം ധരിക്കുന്നതും അള്ളാഹു നിരോധിച്ചിട്ടുണ്ട്. അത് വിവാഹത്തിലായാലും അല്ലാത്ത സമയത്തായാലും.
അതുപോലെ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും വേറെ വേറെ വസ്ത്രം ധരിക്കുമ്പോൾ ആണുങ്ങൾക്ക് ഹറാമാക്കിയ സ്വർണവും പട്ടും ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ വിവാഹമാണ് എന്നതിനാൽ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളതിനെ, നിഷിദ്ധമാക്കിയിട്ടുള്ളതിനെ ഒഴിവാക്കുകയും അള്ളാഹു അനുവദിച്ച് തന്നിട്ടുള്ളതിൽ ഏറ്റവും മൊഞ്ചായ, ഏറ്റവും മെച്ചമായത് തന്റെ സമ്പത്തിന്റെ പരിധിക്ക് നിന്നുകൊണ്ട് ആർഭാടമില്ലാതെ, അതുപോലെ തന്നെ അമിതമാക്കാതെ ചെയ്യാമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അതുപോലെ ഞാനത് വിശദീകരിച്ചു കൊണ്ടുപോകുന്നില്ല. രണ്ടാമത്തെ ഭാഗം നമ്മള് വിവാഹ വേളകളില് ഭക്ഷണം നൽകുന്നുണ്ട്. ആ ഭക്ഷണത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, ആരാണ് ഞാൻ നന്നായി നല്ലതായി വിഭവമാക്കി നൽകിയിരിക്കുന്നതിനൊക്കെ ഹറാമാക്കുന്നവരാണ്. അതും ഹറാമല്ല. ഇപ്പൊ വിവാഹത്തിന് സൽക്കാരത്തിൽ വിളമ്പേണ്ട ഭക്ഷണം എന്താണ്? അള്ളാഹു ഹറാമാക്കാത്ത ഏത് വിഭവവും വിളമ്പാം. രണ്ട് മാനദണ്ഡമേ ഉള്ളൂ. ഒന്ന്, ഹറാമായ വിഭവങ്ങൾ വിളമ്പാൻ പാടില്ല. രണ്ട്, അമിതമാവാൻ പാടില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് തുടർന്ന്, അള്ളാഹു വിഭവമായി നൽകിയിരിക്കുന്നതിൽ ഏറ്റവും മെച്ചമായതിനെയും ആരും ഹറാമാക്കേണ്ടതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കായി നൽകിയിരിക്കുകയാണ്. ഖുൽ ഹിയ ലില്ലദീന, പറഞ്ഞു കൊടുക്കുക, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അഖ്റജ ലിഇബാദിഹി, അവന്റെ അടിമകൾക്ക് നൽകിയതാണ്. ഖുൽ ഹിയ ലില്ലദീന ആമനൂ, പറഞ്ഞു കൊടുക്കുക, ഇതെല്ലാം ആസ്വദിക്കേണ്ടതും അനുഭവിക്കേണ്ടതും വിശ്വാസികളാണ്. പണ്ഡിതന്മാർ എഴുതുന്നുണ്ട്, അതിന്റെ താഴെ ഹദീസുകളിൽ വളരെ കൃത്യമായി പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതിന്റെ ഈ ചന്തവും ഈ അലങ്കാരവും ഈ നന്മയായ ഭക്ഷണങ്ങളും എല്ലാം അല്ലാഹു നൽകിയിരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയാൽ അത് വിശ്വാസികൾക്കാണ്. ആമനു, അതൊക്കെ ആസ്വദിക്കണം എന്ന് പറഞ്ഞ വിശ്വാസികളുടെ കല്യാണം എന്ന് പറഞ്ഞാല് അത് ഒന്നുമില്ലാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കേണ്ടതല്ല. അത് വളരെ തന്റെ സ്വത്തിന്റെ, തന്റെ കഴിവിന്റെ പരമാവധി അനുസരിച്ചിട്ട് ഒരു വിവാഹ സൽക്കാരവും അതിലുള്ള അലങ്കാരവും ഒക്കെ അള്ളാഹു അനുവദിച്ചു തരുന്നു. അതൊക്കെ വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു നൽകിയതാണ്. ഖാലിസത്തൻ യൗമൽ ഖിയാമ എന്നുകൂടി തുടരുന്നുണ്ട്. ഇതൊക്കെ ഈ ലോകത്ത് വിശ്വാസികൾക്ക് അള്ളാഹു നൽകിയതാണ്. പ്രത്യേകമായി ഖിയാമത്ത് നാളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകും. അപ്പൊ ഇവിടെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ആവാം. വിശുദ്ധ ഖുർആനിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, ഈ നാട്ടില് ഏറ്റവും നല്ല വിഭവങ്ങൾ തരണേ, അത് വിശ്വാസികൾക്ക് മാത്രം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തി പറയുന്നുണ്ട്, അല്ല, ഈ ലോകത്തുള്ള വിഭവങ്ങൾ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഉണ്ട്. അപ്പൊ വിശ്വാസികൾക്ക് എന്താണെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ഈ ആയത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ തന്നെ വിവാഹവേളകളിൽ കുറച്ച് നല്ല ഭക്ഷണവും നല്ല അലങ്കാരവും ഒക്കെ ഉള്ളത് മുസ്ലിമീങ്ങളുടെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അമിതമാവരുത്, ഹറാമാവരുത്. ഇപ്പൊ അലങ്കാരത്തിനും ഹറാമുണ്ട്, ഭക്ഷണത്തിനും ഹറാമുണ്ട്. അതിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ വിവാഹ സൽക്കാര വേളകളിലെ അലങ്കാരവും ഭക്ഷണവും തയ്യാറാക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നമാ ഹറമ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ ഹറാമാക്കുന്നത് അൽ ഫവാഹിഷ്, മോശമായ പ്രവർത്തനങ്ങളൊന്നും ആ വേളകളിൽ ഉണ്ടാവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കല്യാണ സദസ്സിൽ പോകുന്ന സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട റുബൈബത്ത് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹ അവർ പറയുകയാണ്, അവരുടെ കല്യാണ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിൽ ഇരുന്നപ്പോൾ അന്നത്തെ ഏറ്റവും നല്ല ഒരു വർണ്ണ സംവിധാനമാണ് പെൺകുട്ടികള് അലങ്കാര വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ദഫ് പാടുക എന്നത്.
അങ്ങനെ അവർ ദഫ് മുട്ടി പാടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസ്വദിച്ചിരുന്നു. പ്രവാചകനെ കണ്ടപ്പോൾ അവർ പാടിക്കൊണ്ടിരുന്ന ആ പാട്ട് മാറ്റിയിട്ട് എന്ന പാട്ടിലേക്ക് അവർ കടന്നു. നിമിഷ കവികളാണല്ലോ. പെട്ടെന്ന് അവർ ഞങ്ങളുടെ ഇടയിൽ നാളത്തെ അറിയുന്ന അറിയുന്ന പ്രവാചകൻ ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പാട്ട് നിർത്താൻ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ അറിയില്ല. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അങ്ങനെ പുകഴ്ത്തേണ്ടതില്ല. നിങ്ങൾ നേരത്തെ പാടിക്കൊണ്ടിരുന്ന ബദരീങ്ങളെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ട് പാടിക്കൊള്ളാൻ പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസാണ്. അപ്പോ അവിടെ നടക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു വിവാഹ സദസ്സിൽ ഉണ്ടാവേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലെ പഠിപ്പിച്ചത്. അപ്പോ അവിടെ മോശമായതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു പകി അക്രമം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വിവാഹ സദസ്സില് എന്തെങ്കിലുമൊക്കെ പോരായ്മയുണ്ടെങ്കിൽ ആൺവീട്ടുകാരും പെൺവീട്ടുകാരും തമ്മിൽ അടിയും ബഹളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു പറയാണ്, അതൊക്കെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഭക്ഷണമായാലും അലങ്കാരമായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തരുന്നിടത്ത് നിന്നുകൊണ്ട് അതൊക്കെ വിവാഹത്തിൽ സൽക്കാരമായി വരുന്ന ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പാനീയവും ഭക്ഷണവും ഒരുക്കി നൽകുക എന്നത് സന്തോഷകരമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വലീമയ്ക്ക് ക്ഷണിക്കുമ്പോൾ ഒരു നാട്ടിലെ ആളുകളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ നാട്ടിലെ പാവപ്പെട്ടവരെയും വലീനെയും വിളിക്കണം, സമ്പന്നനെയും വിളിക്കണം, ബന്ധുക്കളെയും അയൽവാസികളെയും എല്ലാവരെയും വിളിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പാവപ്പെട്ടവരെ മാറ്റി നിർത്തരുത്. ഷർറുൽ വലീമത്തി, ഏറ്റവും മോശമായ വിവാഹ സൽക്കാരം എന്ന് പറയുന്നത് അതിലേക്ക് സമ്പന്നന്മാരെ മാത്രം, കുടുംബക്കാരെ മാത്രം സപ്രൈസ് ചെയ്ത് വിളിക്കുന്നു, എന്നിട്ട് കുറെ ആളുകളെ ഒഴിവാക്കുന്നു. പാവപ്പെട്ടവനെയും ദരിദ്രരെയൊക്കെ മാറ്റി നിർത്തുന്ന ഭക്ഷണം അത് ഒരിക്കലും ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായ ഭക്ഷണമാണെന്ന് പറയുന്നു. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, വിവാഹ ദിവസം ഭക്ഷണം നൽകൽ അത് ഏറ്റവും നല്ല ഗുണപ്രദമായ പ്രതിഫലാർഹമായ കാര്യമാണ്. രണ്ടാം ദിവസം വിവാഹ സൽക്കാരം നൽകുക എന്നുള്ളത് മഅറൂഫാണ്, നല്ല കാര്യമാണ്. മൂന്നാമത്തെ ദിവസം വിവാഹ സൽക്കാരം നൽകുക എന്നുള്ളത് അത് പൊങ്ങച്ചമാണ്, അത് ഒഴിവാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോ വിവാഹ സൽക്കാരത്തെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, മനസ്സിലായി കാണും എന്നാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ വിശദീകരണത്തിലെ സംസ്കാരം, നമ്മുടെ ഇസ്ലാമിക സംസ്കാരം വിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ആ സൽക്കാരങ്ങളിൽ പാടില്ല, അന്നത്തെ സംഗമത്തിൽ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സംസ്കാരം എന്താണ്? ചെറുക്കൻ വരുമ്പോ പെണ്ണിനെ കൊണ്ടുവരുമ്പോഴൊക്കെ ഇവിടെ സംസ്കാരമുണ്ട്. ആൺ പെണ്ണുങ്ങള് കടരാതെ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ഒരു പവിത്രമായ ഇബാദത്ത് അവിടെ നടക്കുമ്പോൾ അതിൽ ശ്രദ്ധ ചെലുത്തുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവേണ്ടത്. അപ്പോ മാന്യമായ രീതിയിലുള്ള യാത്രയായിരിക്കണം. എന്ന് പറഞ്ഞാൽ വന്ന് 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 എന്തൊക്കെയോ ഒക്കെ കടന്നുകൂടിയിട്ടുണ്ട്, അത് ഫവാഹിഷാണ്, അത് ഒഴിവാക്കേണ്ടതാണ്. ഖുർആൻ പറഞ്ഞതാണ് ഫവാഹിഷിനെ ഒഴിവാക്കണം. ആ രംഗത്ത് എന്താണ്, ചെറുക്കൻ വരുന്നതിന് ചില പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കലക്കി പൊട്ടി കൂക്ക് വിളിച്ച്, അതായത് നമ്മുടെ സംസ്കാരമല്ലാത്ത രീതിയിൽ വരുന്ന സംവിധാനങ്ങൾ. അതുപോലെ പെണ്ണിനെ ആനയിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികൾ കൊണ്ടുവരുന്നത് പോലെ ഇങ്ങനെ പല്ലക്കിനൊക്കെ കൊണ്ടുവരുന്ന രീതി. നമുക്കൊരു സംസ്കാരമുണ്ട്, ആ സംസ്കാരമല്ലാത്ത സംസ്കാരം നമ്മുടെ വിവാഹവേളകളിൽ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ വിഷയമായി വിവാഹ ആശംസകൾ കൂടി നേരേണ്ടതുണ്ട്. എല്ലാവരും വിവാഹ ആശംസ നേരേണ്ടതുണ്ട്. ഇപ്പൊ വിവാഹാശംസ നേരാൻ വേണ്ടി തന്നെയാണ് മണ്ഡപത്തിൽ ആണും പെണ്ണും ഇങ്ങനെ നിൽക്കാറുണ്ട്, അതായത് മണവാട്ടിയും മണവാളനും. പക്ഷെ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് പോരാ പരിപാടി, അങ്ങനെയല്ല. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ അല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ എന്ന് കുറച്ച് സമയം, ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒന്ന് നിന്നിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശംസയാണ്. അതാ ഉസ്താദ് ദുആയിൽ പറഞ്ഞു, നമ്മ ആമിനും പറഞ്ഞു, അത് മതി. അങ്ങനെയല്ല,
ആണുങ്ങൾ ആണുങ്ങൾക്കും ആണുങ്ങൾ പുരുഷനും പെണ്ണുങ്ങൾ മണമാട്ടിക്കും പറയണം ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ എന്ന്. ഇതാണ് വിവാഹ ആശംസ എന്ന് പറയുന്നത്. അവർക്ക് ആശംസ നൽകാനുള്ള പദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് വിവാഹ സൽക്കാരം എങ്ങനെയായിരിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിന്റെ ദീനിന്റെ സംസ്കാരത്തിനനുസരിച്ച് നമ്മുടെ വിവാഹ വേളകൾ അന്വർത്ഥമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.